ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഔക്കാട് മീഡിയ. എൻ്റെ പേര് സുഹേൽ. തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ അന്നമനട എന്ന സ്ഥലത്തെ എടയാറ്റൂരാണ് എൻ്റെ വീട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറവുകളും കുറ്റങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്ക് ഉണ്ടാവും. ആ കുറവുകളും കുറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ച് തള്ളിക്കളയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താം. ഇവിടെയാണെന്ന് എനിക്ക് ഒരു വലിയ പെടുത്തില്ല. അപ്പോൾ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താം. എന്നിട്ട് എന്താ ചെയ്യുക, തൊട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, എൻ്റെ ചാനലിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ചാനലിൽ കൂടുതലായിട്ടും ഉൾക്കൊള്ളിക്കാനും ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫുഡ്, ട്രാവൽ, പെറ്റ്സ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാന്ന് വെച്ചേക്കുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഞാൻ അതിൻ്റെതായ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പൊ എന്താ പറയാ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നതാണ്. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോഴേക്കും ഏകദേശം ട്രെൻഡിങ് ഒക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ചിക്കൻ നമ്മൾ പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ ഒന്ന് നൈസായിട്ടൊന്ന് കഴുകിയെടുക്കണേ. അകവും പുറമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഏകദേശം നമ്മുടെ ചിക്കൻ ചക്കനെ ഇപ്പോൾ നൈസായി കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇതിനുശേഷം നമ്മൾ ചിക്കന്റെ മേത്തുള്ള കുറച്ച് നെയ്ഭാഗങ്ങളും തൊലി ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയണം. അതിനുശേഷം നമ്മൾ ചിക്കന്റെ കാലിന്റെയും ചെസ്റ്റിന്റെയും അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ചിക്കനും ചേരുവകളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനായി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ആവശ്യത്തിന് മുളക് പൊടി, അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കുറേശ്ശെ ഉപയോഗിച്ചിട്ടുള്ളൂ. അധികം ഉപയോഗിച്ചാൽ മസാല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഞങ്ങൾ 2 ടൈപ്പ് ചിക്കൻ മസാല ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് സാധാ ടൈപ്പ് ചിക്കൻ മസാലയും രണ്ടാമത്തത് ബാർബിക്യൂ ചിക്കൻ മസാലയും. ഏകദേശം 3:1 എന്ന നിരക്കിലാണ് ഞങ്ങൾ ബാർബിക്യൂ ചിക്കൻ മസാല കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ചതച്ച ഉണക്കമുളകാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ഇതിനുശേഷം ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ഒരു 3/4 മുറിയോളം നാരങ്ങയാണ്. ഏകദേശം ഒരു മീഡിയം സൈസുള്ള 3/4 മുറിയോളം നാരങ്ങ ഞങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നാരങ്ങയെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ മസാലയും നാരങ്ങ നീരും എല്ലാം കൂടി കൂട്ടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് മാത്രമേ നമ്മുടെ ചിക്കന് ആ മസാലയിലൊക്കെ ഒരു പിടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനുശേഷം ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച മസാല നമ്മുടെ ചിക്കനിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ നേരത്തെ ചെസ്റ്റിന്റെയും കാലിന്റെ ഒക്കെ ഭാഗത്ത് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മുടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് മാത്രമല്ല, പുറമേ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത് പോലെ തന്നെ അകത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ ചിക്കനിൽ ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം ഈ ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഈ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാം, മറ്റു കാര്യങ്ങളും അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയാൽ ഈ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മുടെ ചിക്കനിൽ തേച്ച് വെച്ച മസാലയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചോളും. അപ്പൊ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കമ്പിയാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചിക്കനൊക്കെ ചൂടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പി തന്നെയാണ്. നമുക്ക് മുള ആ ടൈമിൽ റെഡിയാക്കാൻ സാധിച്ചില്ല. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓയിൽ ക്യാനും കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഓലമടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോ ക്യാൻ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് മൂടി വെക്കുകയാണ്.
അപ്പം ഇതിൽ എയർ പാസേജ് കിടക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഭൂമി നിരപ്പല്ലാത്തതുകൊണ്ട് എയർ പാസേജ് കിടക്കാൻ സാധ്യതയുണ്ട്. ഈ എയർ പാസേജിൽ കൂടെ തീയും ചൂടൊക്കെ കിടന്ന് നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളതൊക്കെ ഒന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാടമായതുകൊണ്ട് ചെളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെളി നമ്മുടെ 4 പുറത്തും നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്, ഒട്ടും തന്നെ എയർ പാസേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി വിറകൊക്കെ നമുക്ക് ചുറ്റും വെച്ചു കൊടുക്കാം. നൈസായിട്ട് നമ്മൾ കല്ലും കൂടി വെച്ചിട്ടുണ്ട് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞങ്ങൾ കത്തിച്ചു തുടങ്ങി. ഇതിൽ സമയം ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ അതിനാൽ ഈ കത്തിച്ച് തുടങ്ങുമ്പോഴുള്ള സമയം നമുക്ക് കണക്കൂട്ടേണ്ട ആവശ്യമില്ല. കത്ത് പിടിച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് തൊട്ട് 8 മിനിറ്റ് വരെ മാത്രം നമ്മൾ ഇത് കത്തിച്ച് നിർത്തിയാൽ മതി. നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കത്തിച്ചാൽ മതി. ഇടയ്ക്കിട്ടൊക്കെ ഒന്ന് തീയൊക്കെ ഒന്ന് പയ്യെ അണഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 8 മിനിറ്റോളം കത്തിച്ചോട്ടെ, കുഴപ്പമില്ല. ഇപ്പം ഏകദേശം നമ്മുടെ കത്തിക്കലൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ക്യാൻ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ചു, ഒന്ന് പുഴുകിയിരിക്കാൻ വേണ്ടിയിട്ട്. ചൂടുള്ളതിനാൽ നമ്മൾ പട്ട വെച്ചിട്ടാണ് നമ്മുടെ ക്യാൻ അങ്ങോട്ട് പൊക്കിയത്. എന്തായാലും നമ്മുടെ ബക്കറ്റ് ചിക്കൻ അങ്ങോട്ട് സൂപ്പറായി സെറ്റായിട്ടുണ്ട്. ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യം കൊണ്ട്. അപ്പൊ ചിക്കൻ ഒന്ന് മാറ്റി അവിടെ വെച്ചതിന് ശേഷം ആ തീയൊക്കെ ഉള്ളത് ഭാഗം ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് തീയൊന്ന് അണയ്ക്കുക. ഈ ചെറിയ ജീവജാലങ്ങളൊക്കെ ഇതിൽ കൂടെ നടന്ന് അപകടം പറ്റാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഫ്രണ്ട്സ്, ചിക്കനൊക്കെ നമ്മൾ റെഡിയാക്കി വാഴയില സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിന്നാൻ പോവാണ്. നൈസായിട്ട് ഒന്ന് നാരങ്ങയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് തിന്നാണ്. അപ്പൊ അങ്ങോട്ട് പൂച്ചട്ടപ്പാ. ശരി എന്നാ. അപ്പോ മനസ്സിലായില്ലേ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായേക്കണ കുറ്റങ്ങളും കുറവുകളും ഒക്കെ? അതാണ് പറഞ്ഞത്. ഒരു 7 മണിക്ക് ശേഷമാണ് എല്ലാ വീഡിയോസും, ഒരു പകുതി വീഡിയോസും നമ്മൾ എടുത്തു തുടങ്ങിയത്. അപ്പൊ ലൈറ്റ് ഒട്ടുമില്ല. അപ്പൊ അതിൻ്റെതായ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, ചിക്കൻ കൊണ്ടുവച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എല്ലാം സടപടയെന്നൊക്കെ തീരെയായിരുന്നു. ഞാനടക്കം എല്ലാം അടിച്ച് തീർക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വരെയൊക്കെ എടുക്കാനോ ഒന്നും നമുക്ക് സാധിച്ചില്ല. അപ്പോ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോ എന്നെ സപ്പോർട്ട്, ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ നന്ദി. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തും. ദിസ് ഈസ് സുഹേൽ സൈനിങ് ഓഫ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അവക്കാഡോ മീഡിയ. എന്റെ പേര് സുഹേൽ, തൃശ്ശൂർ നിന്നാണ്. യൂട്യൂബ് ചാനൽ അവക്കാഡോ മീഡിയ, എന്റെ പേര് സുഹേൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അവക്കാഡോ മീഡിയ. എന്റെ പേര് തൃശ്ശൂർ. തൃശ്ശൂർ അപ്പൊ എന്റെ വീഡിയോ